അദ്ദേഹത്തിന്റെ സഹോദരന്റെ തലയാണ് ഇങ്ങനെ പിളർത്തി പ്രസിദ്ധീകരിച്ചത് നിങ്ങളെ പത്രം. ഇത് പറഞ്ഞാൽ പറയും ആ പത്രത്തെ ഞങ്ങൾക്കറിയില്ല, ആ പത്രത്തെ അറിയുക പോലുമില്ല എന്ന് അയാൾ പറഞ്ഞത്. ഒരിക്കൽ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പത്രം ഞങ്ങൾ അറിയില്ല. നമ്മുടെ സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലാത്ത ചില കച്ചവടക്കാർ നടത്തുന്ന പത്രങ്ങളുണ്ടാകാം. അത്തരം കച്ചവടക്കാർ നടത്തുന്നതിൽ തന്നെ ഒരിക്കൽ, അതായത് നമ്മളുടെ സംഘടനയിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു മാസികയോ എന്താണ് സാധനം തന്നെ എനിക്കറിയില്ല, എന്തോ ഒരു സാധനമുണ്ട്, മാസികയോ വാരിക എന്തോ ആണ്. ആ സാധനത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തല കീഴാക്കിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തു. വേറൊരു പത്രത്തിൽ വേറൊരു സമയത്ത് ഒരു മുഖം 2 കഷ്ണാക്കിയിട്ട് വേറൊരു തങ്ങളുടെ ഫോട്ടോ കൊടുത്തു. ശക്തിയായി അതിനെതിരെ അന്ന് ഞാൻ സംസാരിച്ചു. എനിക്ക് ഓർമ്മ അയാൾ പറഞ്ഞത് അങ്ങനെ ആ സെൻസിംഗ് നിർമ്മാണത്തെ അറിയുക പോലുമില്ല. ഇയാൾ പറയുന്നത് അറിയോ? നോക്കൂ, അവരുടെ തന്നെ പ്രസിദ്ധീകരണം സുന്നത്ത് മാസിക. സുന്നത്ത് മാസിക പറയുന്നത് അറിയോ? കുടുംബിനികളുടെ പൂങ്കാവനം, അല്ലിർഫാദ് പബ്ലിക്കേഷന്റെ അല്ലിർഫാദ്, ജനീവ പബ്ലിക്കേഷന്റെ സെൻസിംഗ് എന്നിവ സുന്നി പ്രചരണപാതയിലെ സഹകാരികളാണ്. ഒരു ബന്ധുല്ലാത്തതിന് സഹകാരി എന്നാ മുസ്ലിയാരെ പറയാം. ഞാൻ കൊച്ചാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല, അതിന്റെ രീതിയല്ലാത്ത കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞതനുസരിച്ച് അവരെ പത്രം പറയുന്നു അത് നമ്മളെ പത്രമാണ്, അവരെ പത്രത്തിൽ തലകുത്തനെ പ്രസിദ്ധീകരിക്കുന്നു. ശരിയോ തെറ്റോ? നിങ്ങൾക്ക് അബദ്ധമേ പറ്റിയിട്ടുള്ളല്ലോ, അബദ്ധമേ പറ്റാറുള്ളല്ലോ. നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം ശരിയില്ല എന്ന് പറഞ്ഞ പാഠപുസ്തകം ഇറക്കിയല്ലോ. നിങ്ങൾ ഇറക്കിയൊരു പാഠപുസ്തകം അത് പിൻവലിക്കേണ്ടി വന്നു, നിമിഷങ്ങൾക്കകം പിൻവലിച്ചു. കിതാബുൽ ഫിഖ്, ഇതിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? കിതാബുൽ ഫിഖിൽ ഇവർ കുട്ടികളെ മസല പഠിപ്പിക്കുക. അഹ്കാമുൽ ഹൈദി വൻ നിഫാസി പാഠം വന്നു നോക്ക്. അഹ്കാമുൽ ഹൈദി വൻ നിഫാസി യഹ്റുമു ബിൽ ഹൈദി വൻ നിഫാസി, ഹൈദ് കൊണ്ട് നിഫാസ് കൊണ്ട് ഹറാമാകും. 11 അംറൻ, 11 കാര്യങ്ങൾ എന്തൊക്കെയാ? അസ്സലാത്തു അസ്സുജൂദു 3, അൽ ഖുത്ബത്തു ഖുത്ബ ഓതൽ. ഹൈദ് നിഫാസ് ഉണ്ടായാലും ഖുത്ബ ഓതൽ ഹറാമാണ്. ഒന്നുകിൽ പെണ്ണ് ഖുത്ബ ഓതണം, അല്ലെങ്കിൽ ആണിന് ഹൈദ് ഉണ്ടാകണം. ഏതാ ശരി? പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എവിടെ?